നമസ്കാരം ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം തള്ളിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം തള്ളുമെന്ന് ഉറപ്പായിരുന്നു. നേരത്തെ തന്നെ ഇത് കൊടുക്കുമ്പോൾ തന്നെ ഇത് തള്ളണം എന്ന് വിചാരിച്ച് തന്നെയാണ് അവരുടെ അഭിഭാഷകർ കൊടുത്തിരുന്നത്. കാരണം മജിസ്ട്രേറ്റ് കോടതികൾ ഇത്തരത്തിലുള്ള കേസുകൾക്ക് ജാമ്യം കൊടുക്കുക അല്ലെങ്കിൽ ജാമ്യം അനുവദിക്കുക എന്നുള്ളത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഒന്നാമത്തെ കാര്യം, പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്ന ഒരുപാട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ഒരു മജിസ്ട്രേറ്റ് കോടതികൾക്ക് അത് എത്രമാത്രം അതിന് എതിരെ പറയാനോ അല്ലെങ്കിൽ അത് കൺവീൻസ്ഡ് ആവാനോ അവർക്ക് പ്രോസിക്യൂഷനെ എത്ര കൂടുതൽ കൺവീൻസ്ഡ് ആക്കാൻ പറ്റും. സാധാരണ മജിസ്ട്രേറ്റ് കോടതികളല്ലേ ഏറ്റവും താഴ്ന്ന കോടതികളാണ്, കീഴ്ക്കോടതികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രതിഭാഗത്തിന് അവരെ മജിസ്ട്രേറ്റ് കോടതിനെ കൺവീൻസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള കേസുകൾ, ഒരു ബലാത്സംഗ അല്ലെങ്കിൽ പീഡന പരാതികളിലൊക്കെ കൺവീൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടെന്നല്ല, അത് അംഗീകരിക്കപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെയുള്ള പോയിന്റ് എന്ന് പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള, അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള നിയമവിധേയമായിട്ടുള്ള ഒരു അറസ്റ്റ് അല്ല നടന്നത്. ഞാൻ നേരത്തെ പറയുന്ന പോലെ ഇത് അറസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നിയമ നടപടികൾ അല്ലെ നിയമപരമായിട്ടുള്ള ഒരു അറസ്റ്റ് ഇവിടെ നടന്നിട്ടില്ല. അതൊരു പ്രധാന പോയിന്റാണ്. പക്ഷെ എന്നാൽ പോലും ഇവിടെ ഒരു ബെയിൽ ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് അവർ ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ഇതിന് ഇറങ്ങിയിരിക്കുകയാണല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടുക എന്നുള്ളതാണല്ലോ. പക്ഷേ കീഴ്ക്കോടതികൾക്ക് അതൊരിക്കലും അതിനെതിരെ പറയാൻ അല്ലെ പ്രവർത്തിക്കാൻ ഒരുപാട് കഴിഞ്ഞു എന്ന് വരില്ല. വളരെ റെയറായിട്ടാണ് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ജാമ്യം മജിസ്ട്രേറ്റ് കോടതികൾ അനുവദിക്കുക. കാരണം നമ്മൾ കോടതികളിൽ പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ, ക്രിമിനൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആധികാരികമായിട്ട് പറയാൻ പറ്റും, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അപ്പോൾ അതാണ് തീർച്ചയായിട്ടും അന്ന് തന്നെ ശാസ്തമംഗലം അജിത് കുമാർ സർ പറഞ്ഞിരുന്നതും അത് തന്നെയാണ്. ഞാൻ പോകുന്നില്ല, ജൂനിയറിനെ വിടാം, തള്ളുമെന്ന് ഉറപ്പാണ്. നമുക്ക് അടുത്ത കോടതിനെ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് കോടതിനെ സമീപിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ 3 ദിവസത്തേക്ക് മാറ്റി വെച്ചു, 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. അത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. 3 ദിവസം ഒരു പ്രൊസീജിയർ ഭാഗമാണ്. കാരണം ഒരു റിമാൻഡ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കസ്റ്റഡി കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് കസ്റ്റഡി കൊടുത്തു. അതിനുശേഷം ഇന്നലെ വാദം കേട്ടു. പക്ഷെ ഇന്നലെ തന്നെ തള്ളാമായിരുന്നു, അവർ ഇന്ന് തന്നെ തള്ളി. അപ്പം കാരണം 2 ദിവസം കൂടി 2, 3, 5 ദിവസം കിടന്നാലും എനിക്ക് പറയാനുള്ളത് ഹയർ കോടതിയിൽ നിന്ന് ജാമ്യം വാങ്ങിയതാണ് എപ്പോഴും ബെറ്റർ. കാരണം ഓൾറെഡി ഈ 2 കേസ് അവിടെ ഓൾറെഡി കിടപ്പുണ്ട്, ഹൈക്കോടതിയുടെ മുന്നാകെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഹയർ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നതാണ് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ അല്ലേ. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടണം, ഡിസ്ട്രിക്ട് കോടതിയും തള്ളണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഡിസ്ട്രിക്ട് കോടതിയും കൂടി തള്ളിക്കഴിഞ്ഞാലും നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതിയിലാണ് യഥാർത്ഥമായിട്ടുള്ള നമുക്ക് എല്ലാം ബോധിപ്പിക്കാൻ പറ്റുന്ന നിയമപരമായിട്ടുള്ള മുന്നോട്ടുള്ള ഈ അറസ്റ്റിൻ്റെ ചട്ടം ലംഘിച്ചിട്ടുണ്ട്, അറസ്റ്റിൻ്റെ ചട്ടം എങ്ങനെയാണ്, അറസ്റ്റിന് ഒരു കണ്ടൻഷൻ, ഒരു തട്ടിക്കൊണ്ടുപോകൽ പോലെയാണ്. അതുപോലെ തന്നെ നമ്മളെ അന്യായമായിട്ട് ഇത് തടങ്കൽ വെക്കുകയാണ്. കാരണം 3 ദിവസത്തിനകം, ഒരു ബലാത്സംഗ കേസിൽ 3 ദിവസത്തിനകം പരാതിക്കാരി അല്ലെങ്കിൽ വാദിഭാഗം അല്ലെങ്കിൽ പരാതിക്കാരി വന്ന് മൊഴി രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ മൊഴി രേഖപ്പെടുത്തി സൈൻ ചെയ്യണം. അതുപോലെ തന്നെ 3 ദിവസത്തിനകം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാകണം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബലാത്സംഗ പീഡന പരാതിയിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് FIR തന്നെ റദ്ദായി പോകും. കാരണം FIR വാല്യൂഡ് അല്ല. 3 ദിവസത്തിനകം ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ ഇവരിട്ടിരിക്കുന്ന FIRന് പോലും ഒരു വാലിഡിറ്റി ഇല്ലാണ്ടായി പോകും. ഈ FIRനെ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി പോലീസ് സമീപിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നിരിക്കുമ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഉടനെ തന്നെ എന്താ പറയണേ, നമ്മളെ പരാതിക്കാരിയെ വീഡിയോ കോൺഫറൻസ് വഴി അവർ മൊഴി കൊടുക്കുമെന്നും, അപ്പോൾ ഈ സൈൻ ഉണ്ടല്ലോ, ഈ സിഗ്നേച്ചർ, അതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നൊക്കെ പ്രോസിക്യൂഷന് മുന്നിൽ പറയുമ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയ ഒരു കേസാകുമ്പോൾ തീർച്ചയായിട്ടും ജാമ്യം അവർ ഉറപ്പായിട്ടും തള്ളും എന്നുള്ളത് എനിക്ക് ഒരു 99.9% ഉറപ്പായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് തള്ളുമെന്ന്. അപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് ദിവസം കൂടി ജയിലിൽ തന്നെ കിടക്കിട്ടത് കുറച്ചൊരു എന്താ പറയണേ,
നമ്മൾ കുറച്ചൊരു ജാഗ്രത കുറവ് അനുഭവപ്പെട്ടു. രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായ എനിക്ക് തോന്നിയ ഒരു കാര്യം ജാഗ്രത കുറവ്. ഞാൻ എന്താണോ, ഞാൻ എവിടം വരെ എത്തിയിരിക്കുന്നു, ഞാൻ എന്ന വ്യക്തിയുടെ ഒരു അല്ലെങ്കിൽ ഒരു വലിപ്പം സ്വന്തമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണമായിരുന്നു. കാരണം ഞാൻ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മുതിർന്ന ഭരണാധികാരിയുടെ എതിർപ്പ്, അല്ലെങ്കിൽ മുതിർന്ന ഭരണാധികാരി പോലും ഇത്രമാത്രം പകയോട് ഏർപ്പെടും എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണമായിരുന്നു. കാരണം നമ്മൾ വലിപ്പം കൂടുന്നത്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താ പറയണേ, മാങ്ങിയുള്ള മാവിലെ കല്ലെറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒരു ചിന്ത രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉറപ്പായിട്ടും ഉണ്ടാകണമായിരുന്നു. ആ ജാഗ്രത കുറവ് തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഈ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ടൊരു 3-4 ദിവസം കൂടി ജയിലിൽ കിടക്കട്ടെ അല്ലേ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. രാഹുൽ മങ്കൂട്ടത്തിൽ എന്നും നമ്മൾ രാഹുൽ മങ്കൂട്ടത്തിനെ പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ പിണറായി സർക്കാരിൻ്റെ 10ാമത്തെ വർഷത്തെ ഭരണം തീരാറായി. അപ്പോഴത്തേക്ക് വീണ്ടും ഒരു 15 വർഷം കൂടി, ഒരു 5 വർഷം കൂടി ഭരിക്കാനുള്ള ഒരു അടവിൻ്റെ ഭാഗമായിട്ട് അവർ വീടുകൾ തോറും കയറി ഇറങ്ങാനുള്ള അവസ്ഥയിലേക്ക്, അല്ലെ കയറി ഇറങ്ങി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഇനി എന്താണ് ഭരണ നേട്ടങ്ങൾ, ഇനി എന്താണ് വികസനം, ഇനി എന്തൊക്കെ വികസനങ്ങളാണ് വേണ്ടത് എന്നുള്ളൊരു വികസന ചർച്ചയ്ക്കും വേണ്ടിയിട്ട് വീടാന്തരം കയറി ഇറങ്ങി ജനങ്ങളെ കാണുക, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക്, അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്കാണ് LDF ഗവൺമെൻറ് വന്നത്. അപ്പോൾ അതിനെ ഒരു പെരുമാറ്റ ചട്ടമൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രവർത്തകർ ഓരോ വീട്ടിലും കയറുമ്പോൾ ജനങ്ങൾ എന്തെങ്കിലും അത് വീടിനുള്ളിൽ പോയിരുന്ന് സംസാരിക്കണം. ഇപ്പം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ വരുന്ന ആൾക്കാർ നമ്മൾ വീട്ടിനകത്തേക്ക് കയറാൻ അനുവാദം ചോദിച്ചിട്ട് കയറി ഇരുന്ന് സംസാരിക്കുകയും ജനങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം തർക്കിക്കാതെ അവർ പറയുന്നതെല്ലാം വളരെ ക്ഷമയോട് കേട്ടിരിക്കണമെന്നുമൊക്കെയാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് താഴേക്കിടയിലുള്ള പ്രവർത്തകർക്കാണ് പെരുമാറ്റച്ചട്ടം. മുകളിലുള്ള ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള പെരുമാറ്റച്ചട്ടവുമില്ല. അവർക്ക് കടക്ക് പുറത്തെന്ന് പറയാം. ഒരു പ്രവർത്തകയായ ഒരു കൊച്ചിനെ തള്ളിക്കളയാം, മയക്ക് പിടിച്ചടിച്ചു മാറ്റാം, എന്തും ചെയ്യാം മുതിർന്നവർക്ക്. കാരണം അവർക്ക് വലിയ വലിയ ആൾക്കാരാണ്. ഇപ്പോഴത്തെ താഴേക്കിടയിലുള്ള പ്രവർത്തകരെല്ലാം കീഴാളന്മാരാണ്, ഇവരെല്ലാം മേലാളന്മാരാണ്. അപ്പൊ താഴേക്കിടയിലുള്ള പ്രവർത്തകർക്ക് ഒരു പെരുമാറ്റം ചട്ടം കൊണ്ടുവന്നിരിക്കുകയാണ്. ഓരോ വീട്ടിലും കയറിയിരുമ്പോൾ പ്രവർത്തകർ പാലിക്കേണ്ട കുറച്ച് മര്യാദകൾ. കാരണം വീടിനകത്തേക്ക് കയറി, ഇപ്പം ഞാൻ എൻ്റെ വീടിനകത്തേക്ക് വിളിക്കാതെ അവർക്ക് കയറാൻ പറ്റുമോ? പക്ഷേ സാധാരണ രീതിയിൽ കുറച്ച് ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ അകത്ത് കയറിയിരുന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ നോർമലി നമ്മളെല്ലാവരും സമ്മതിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ അകത്ത് കയറിയിരുന്ന് സംസാരിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുക, വികസന ചർച്ച. അപ്പോൾ അതിൻ്റെ ഒരു വിരോധാഭാസം എനിക്കായിട്ട് തോന്നിയത്, ഈ 10 വർഷം വികസിപ്പിച്ച വികസനമൊന്നും പോരെ, ഇവരെയൊന്നും വീട്ടിനകത്ത് ഇവരുടെയൊക്കെ കീശയാണ് വീർപ്പിച്ചത്. ഈ താഴേക്കിടയിലുള്ള പ്രവർത്തകർ കഷ്ടം, അവർ പാവപ്പെട്ടവരാണ്, അവരെ ഒന്നും വികസിപ്പിച്ചിട്ടില്ല. ഇവരൊക്കെ വികസിപ്പിച്ച് ഇവരുടെ കുടുംബവും വികസിപ്പിച്ചു, ബന്ധുക്കളെയും വികസിപ്പിച്ച്, ഇവരുടെ കൂട്ടാളികളായിട്ടുള്ള സഹാക്കന്മാരുടെയും കീശ വികസിപ്പിച്ചു. അല്ലാണ്ട് നാട് എവിടെയാണ് വികസിപ്പിച്ചത്? 10 വർഷമായി സാധനങ്ങളുടെ വിലക്കയറ്റം എന്താണ്? സാധനങ്ങളുടെ വിലക്കയറ്റം ഇവിടെ ഞാൻ പറഞ്ഞു, ജയിലിലുള്ള ആൾക്കാർ, ജയിൽ പുള്ളികൾക്ക് ഇപ്പം നമ്മൾ ജയിലിൽ പോകുന്നത് ഒരു കുറ്റം ചെയ്ത് നമ്മൾ ജയിലിൽ പോകുന്ന എത്രയോ കഴിഞ്ഞിട്ടാണെന്നറിയോ ജയിലിൽ ഒരു കുറ്റവാളിയാണ് എന്ന് കോടതി നിരീക്ഷിച്ച് അതുമനുസരിച്ചുള്ള ഡോക്യുമെൻ്ററി എവിഡൻസുകളും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസുകളും അല്ലെങ്കിൽ ഐ വിറ്റ്നസ് ഇതെല്ലാം കിട്ടിയിട്ടാണ് ഒരാൾ ജയിലിൽ പോകുന്നത് അല്ലേ, ജയിൽ പുള്ളിയാകുന്നത്, അല്ലെങ്കിൽ ജയിൽ കുറ്റവാളിയാവുന്നത് അല്ലേ, കൺവിക്റ്റഡ് ആവുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സണിന് അവിടെ ചെല്ലുമ്പോൾ തന്നെ 530-630 രൂപ വീതം കൊടുക്കുകയാണ്. ഇവിടെ 100-150 ദിവസം എത്ര നാൾ ഒരു ആശാ വർക്കർമാർ അവർ ഈ സെക്രട്ടറിന്റെ മുന്നിൽ ഇവിടെ കിടന്ന് സമരം ചെയ്ത് രാവും പകലും സമരം ചെയ്തു. അതുപോലെ തന്നെ സ്വന്തം മുടി മൊട്ടയടിച്ച് കണ്ണിൽ കൂടെ രക്തം വീഴുന്ന പോലെ കണ്ണുനീര് വീണല്ലേ. നമ്മുടെ മുടി എന്ന് പറയുമ്പോൾ നമുക്ക് മുടിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മുടി എന്ന് പറയുമ്പോൾ ഭയങ്കര നമ്മുടേത് ഒരു സെൻസിറ്റീവ് ഇമോഷണൽ ഒരവസ്ഥയാണല്ലേ നമ്മുടെ മുടി എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ മുടി, എന്നാൽ ഈ മുടി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ചോറിലൊക്കെ മുടി വീണ തീർന്ന് കട്ടപ്പോക. അപ്പോൾ എന്ത് തന്നെയായാലും ആ മുടിയൊക്കെ മുറിക്കുമ്പോൾ ഓരോരുത്തരുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ മുടി മുറിച്ച് സമരം ചെയ്തു. എത്രയോ നാൾ അവരിവിടെ കിടന്ന് സമരം ചെയ്തു. ഒരു 100 രൂപ അവർക്ക് കൂട്ടിക്കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ് ജയിൽ പുള്ളികൾക്ക് 120 രൂപയോ 130 രൂപയോ ഉണ്ടായിരുന്ന ഒരു ഇതിൽ നിന്ന് 530 രൂപയും 620 രൂപയും ഒക്കെ ആക്കി കൂട്ടിയത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെയാണ്, ഇങ്ങനെയുള്ള വികസനമാണ് ഇവർ ചെയ്തത്. പിന്നെ ഇവരുടെയൊക്കെ കീശ വീർപ്പിച്ചു. പിണറായി വിജയൻ സഖാവിന് 1 കോടിക്ക് മേളിലുള്ള കാറുകൾ, എത്രയോ കാറെടുത്ത് ഈ 5 വർഷം 10 വർഷത്തിനിടയ്ക്ക് പിണറായി വിജയൻ എത്രയോ കാറുകൾ മാറി.
അവസാനം ലേറ്റസ്റ്റ് തദ്ദേശ സ്വയംഭരണ ലോക്കൽ ബോഡി ഈ ഒരു ഇലക്ഷൻ ടൈമിൽ പോലും 1 കോടിക്ക് മുകളിൽ രൂപ വിലയുള്ള കാറ് പിണറായി വിജയൻ എടുത്തു. നമ്മളൊക്കെ ഇത്രമാത്രം പഠിച്ചു, ഒരു അഭിഭാഷകരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസുമായിട്ട് വന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം തന്നെ, ഒരു ആൾക്കാർ കേസുമായിട്ട് വന്ന് ഇന്ന് ഒരുപാട് ആൾക്കാർ നേരത്തെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ LLB പാസ്സായിട്ട് വന്നിരിപ്പുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുമെന്നറിയാം? ഒരു സീനിയർ അഡ്വക്കേറ്റിന്റെ അടുത്തോട്ട് ചെല്ലും, സീനിയർ ആയിട്ടിരിക്കുന്നു, അവരുടെ കൂടെ ഇരുന്നിട്ട് ഇതുവരെയുള്ള അവർ പെൻഷൻ ആകുമ്പോൾ, ഇവർ റിട്ടയർഡ് ആകുമ്പോൾ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ചെന്നിട്ട് ഒരു സീനിയർ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും കേസ് അവരങ്ങ് പിടിക്കും. ഇത് പ്രോസിക്യൂട്ടർ, പോക്സോ കേസുകൾ, പ്രോസിക്യൂട്ടർമാരായാലും എല്ലാവരും എന്താ പറയുക, കയ്യൂക്കും ഇൻഫ്ലുവൻസും ഉള്ളവർക്ക് എല്ലായിടത്തും ഇതാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ആരെയും പരിചയമില്ല. നമ്മളവിടെ ചെന്നിരിക്കും, നമ്മുടെ കൂടെ ഇരിക്കുന്ന ഓഫീസുകളിലെല്ലാം ഭയങ്കര വലിയ വലിയ സീനിയേഴ്സ്, 25-30 വർഷമാണ് കൊടികുത്തിയ വക്കീലെന്ന് അവർ തന്നെ പരസ്യം കൊടുത്തിരിക്കുന്ന ആൾക്കാർ. എന്നാൽ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ല. ഒരു നിയമം എന്താണ്, ഒരു ക്ലയന്റിന് വേണ്ടി എന്തൊക്കെയാണ് അവർ ആർഗ്യൂ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതുപോലും യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ചെയ്യില്ല. കാരണം ക്ലയൻസിനെ കിട്ടാൻ വേണ്ടി, ഒരു കക്ഷി വരാൻ വേണ്ടി അവരെ അപ്പോഴും പറയും, ഞങ്ങൾ ഇപ്പം എല്ലാം ചെയ്തങ്ങ് ഇപ്പം തള്ളി മറിക്കാം എന്ന് പറഞ്ഞ് 25-30-35 വർഷമായ വക്കീലന്മാർ വന്നിരുന്ന് അവരെ പിടിച്ച്, അവരെ കൊണ്ട് വക്കാലത്ത് പിടിച്ച് അവരെ ആദ്യത്തെ ഫീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് തടയുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റിംഗ് വരുമ്പോഴല്ല അവരിങ്ങനെ കാശ് കൊടുത്തുകൊണ്ടിരിക്കണം. എന്താ ഈ വക്കീലെ? അതൊക്കെ ആവുന്നുണ്ട്. ആ ഓഫീസിലെ ജൂനിയർ ഉണ്ട്, അവരോട് പോയി ചോദിക്കും, അല്ലെങ്കിൽ ക്ലർക്ക് വിളിക്കും നിങ്ങളെ, തീർന്ന്. ഇതിങ്ങനെ വർഷങ്ങളോളം ചെയ്യുന്ന ക്ലയൻസ് എനിക്കറിയാം. അപ്പോൾ ഈ നമ്മളെയൊക്കെ പോലെ ആൾക്കാർ എല്ലാം ചെയ്യാൻ അവർക്ക് എത്രമാത്രം മാക്സിമം അവർക്ക് ജോലി ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയ ഡെഡിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള വക പോലും നമുക്ക് കിട്ടുന്ന ഒരവസ്ഥയിലല്ല. 11 വർഷമായി ഞാനും വക്കീലോട് ചെയ്യുന്നത്. കാരണം നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ആൾക്കാർ വരണമെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുവാണ് ആൾക്കാർ. പിന്നെ അതാണ് ഒരു MACT, ഒരു ആക്സിഡന്റ് കേസ് വന്നാൽ ഇത് ഹോസ്പിറ്റലിന്റെ മുന്നിലും, ഒരു സർക്കാർ ആശുപത്രി, മെഡിക്കൽ കോളേജിന്റെ മുന്നിലും, ജില്ലാ ആശുപത്രിയുടെ മുന്നിലൊക്കെ ആൾക്കാർ ചെന്ന് ക്യൂ നിൽക്കണം. അതിന് ഏജന്റുമാരാണ്. പോക്സോ കേസ് നോക്കുന്ന വക്കീലന്മാർക്ക്, MACT, ആക്സിഡന്റ് ചെയ്യുന്ന വക്കീലന്മാർക്ക് വേണ്ടി അവരുടെ ക്ലർക്കുമാരുണ്ട്. ആ ക്ലർക്കുമാർ ചെന്ന് ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു കേസിന് ഇത്ര രൂപ തരും. അവിടെ തന്നെ ഏജന്റുമാരുണ്ട്. ഇത് തന്നെയാണ് സ്ഥിരമായിട്ടുള്ളത്. അപ്പോൾ എല്ലാ കടുത്തും ഇൻഫ്ലുവൻസ് ഉള്ളവർക്കേ ജീവിക്കാൻ പറ്റും. കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെയാണ്. അതുപോലെയാണ് പിണറായി സർക്കാർ കയറി 10 വർഷമായി. ഈ 10 വർഷമായിട്ടും നമ്മളെ പോലുള്ള, നമ്മൾ അഭിഭാഷകരാണ്, 10 വർഷമായി നമുക്കും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, നമുക്കൊരു എന്തെങ്കിലും ഓരോ മാസവും തരാനുള്ള, അല്ലെങ്കിൽ നമുക്ക് സർക്കാരുകളിൽ ഒരു ഇതില്ലാതെ, സർക്കാരുകളുടെ ഏതെങ്കിലും രീതിയിൽ അഭിഭാഷകരായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക്, പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു രീതിയിൽ നമ്മളൊക്കെ എത്രയോ എടുത്ത് മുട്ടുന്നു. എവിടുന്ന്? കാരണം ഇവരൊക്കെ വർഷങ്ങളായിട്ട് 15-20 വർഷമായിട്ടിരിക്കുന്നു. 80 വയസ്സായവരും ഈ സർക്കാരിന്റെ ലീഗൽ അഡ്വൈസർമാരെന്ന് പറഞ്ഞിരിക്കുക. ഇവർക്കൊക്കെ എന്താണ് ജോലി? ഇവർക്കൊക്കെ എല്ലാ മാസവും ഒരു ഫിക്സഡ് രൂപ എല്ലാ മാസവും കിട്ടുന്നുണ്ട്. അതേപോലെ പ്രോസിക്യൂട്ടർമാർക്ക് എന്താണ് 1.5-2 ലക്ഷം രൂപയോളം മാസം ശമ്പളം ഒരു സാധാരണ ഒരു അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ, പബ്ലിക് പ്രോസിക്യൂട്ടർ കൊടുക്കും, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നടന്നിരിക്കുന്നത്. അപ്പം പിണറായി വിജയനും അവരുടെ കൂടെയുള്ള ആൾക്കാർക്കും അവരുടെ കൂട്ടാളികൾക്കും ഒക്കെ എന്നും അവരുടെ കീശ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ പോലുള്ള സാധാരണക്കാർ എന്നും പട്ടിണിയും പരിവട്ടവും കടവും ലോണും EMI അടയ്ക്കാത്തതിന് വീട്ടിൽ ആൾക്കാർ വരലും ഇത് തന്നെ നമുക്കൊക്കെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലേ? നമ്മളൊക്കെ 30 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മളൊക്കെ 60 വയസ്സിൻ്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മുടെയൊക്കെ സ്ട്രെസ്സും, മെൻ്റൽ സ്ട്രെസ്സും, ടെൻഷൻ, കാരണം ഇത്രമാത്രം കുത്തിയിരുന്ന് സകല ഡിഗ്രികളും എടുത്തിട്ട് പോലും, നമ്മളൊരു വക്കീലായിട്ട് പോയിട്ട് പോലും നമ്മളിങ്ങനെ ഓരോ വർഷവും നമ്മുടെ വയസ്സ് കൂടിയിരിക്കുന്നത്. നമ്മൾ ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ അതിനൊരു മിനിമം ഏജ് ഉണ്ട്. അപ്പോൾ ഓരോ വർഷം വയസ്സ് കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മാർഗവുമില്ലാതെ നട്ടം തിരിയുന്ന ഒരു അഭ്യസ്തവിദ്യരായ ആൾക്കാരാണ്. അപ്പോൾ വിദ്യാഭ്യാസ വിവരമുള്ള ആൾക്കാർക്ക് ഒരു മാനദണ്ഡവും ഇല്ലാതെ, നല്ല എഡ്യൂക്കേഷനുള്ള ആൾക്കാർക്ക് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്കും ഇവിടുത്തെ സർക്കാരുകൾ എത്തില്ല. പിന്നെ എന്താണ് വികസനം? ഇവരുടെയൊക്കെ കീശ വീർപ്പിക്കാൻ, ഇവരുടെയൊക്കെ കൂട്ടാളികൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. താഴേക്കിടയിലുള്ള പ്രവർത്തകർക്ക്, ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു കുന്തവുമില്ല. അപ്പോൾ ഇതിനകത്തോട്ട് വീടാന്തരം കയറി ഇറങ്ങി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അവരുടെ വികസന കാര്യങ്ങൾ. ഞങ്ങളിങ്ങനെ ലഘുലേഖകളുമായിട്ട് ഞങ്ങൾ ഇന്ന വികസന കാര്യങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വികസന കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 10 വർഷവും ഇവരെവിടെ പോയിരുന്നു? കണ്ണു തുറന്നില്ലേ?
അപ്പോൾ ഇനി ഇവിടുത്തെ 5 വർഷം കൂടി ഇവിടെ മുടിപ്പിക്കാം. സാധനങ്ങളുടെയൊക്കെ വില എന്താണ്? നമുക്ക് ഒരു 1000 രൂപ കൊണ്ട് നമ്മളൊരു സാധനം വാങ്ങിക്കാൻ ഒരു മാർക്കറ്റിലേക്ക് പോയാൽ നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വീട്ടിലേക്ക് ഒരു 2 ദിവസത്തേക്ക് വാങ്ങിക്കാനുള്ള പച്ചക്കറിയും മീനും കിട്ടുമോ? ഒരിക്കലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 4-5 കുടുംബങ്ങൾ, അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും, അച്ഛനും അമ്മയും പിന്നെ അവരുടെ മക്കൾ 2 പേര്, അവരുടെ 2 കുട്ടികൾ, ഒരു 6 പേരുള്ള ഒരു കുടുംബം, മിനിമം 6 പേരുണ്ടാവുമല്ലോ ഒരു കുടുംബത്തിൽ. ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും, ഭർത്താവും ഭാര്യയും, അവരുടെ 2 കുട്ടികൾ, 6 പേരുള്ള ഒരു കുടുംബത്തിൽ നമുക്കൊരു ദിവസം ജീവിക്കണമെങ്കിൽ നമുക്ക് 1000 രൂപ പോലും പോരല്ലേ? നമുക്കൊരു 2000 രൂപ. പിന്നെ ഒരു വീടൊരു ലോൺ എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ലോൺ എല്ലാ മനുഷ്യനും ഉണ്ടാവും അല്ലേ? എനിക്ക് തന്നെ ഉണ്ട് 5-6 പേഴ്സണൽ ലോൺ. അപ്പം നമുക്ക് ഇത് അടയ്ക്കാം. അല്ലെങ്കിൽ പേഴ്സണൽ ലോണിനെ കാർഡുകൾ, ഇതെല്ലാം നമ്മൾ ഓരോ ദിവസവും അടയ്ക്കണം. ഇങ്ങനെ അനുഭവിക്കുന്ന, ഇങ്ങനെ സ്ട്രെസ്സിൽ ജീവിക്കണം എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ ലോകത്ത്. വിദ്യാഭ്യാസം ഇത്ര കഷ്ടപ്പെട്ട് ഡിഗ്രീസൊക്കെ എടുത്ത ആൾക്കാർ, വിദ്യാഭ്യാസ വിവരവുമുള്ള ആൾക്കാർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത ഈ ചുറ്റുപാടാണ്. എന്നിട്ടാണ് ഓരോ വീടുകളിലും കയറി ഇറങ്ങി പിണറായി വിജയൻ എല്ലാവർക്കും ഏതാണ്ടങ്ങ് സാധിച്ചു കൊടുക്കാൻ പോകുന്നത്. സാധാരണക്കാർക്ക്, ഈ ആശാ വർക്കർമാരെ പോലെ സാധാരണക്കാർ ഒരു 100 രൂപ കൂട്ടി ചോദിച്ചിട്ട് പോലും കൊടുക്കാൻ കഴിയാത്ത ഈ സർക്കാരാണ് ഇനി വീടുകളിൽ കയറി ഇറങ്ങി പിന്നെ എന്താ പറയണേ, പരിദേവനം പറഞ്ഞ് വോട്ട് തെണ്ടി അല്ലെങ്കിൽ വോട്ട് വാങ്ങി അടുത്ത 5 വർഷം കൂടി ഭരിക്കാനായിട്ട് കാത്തിരിക്കുന്നത്. അല്ല, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവരെയൊക്കെ പരിഹസിക്കണോ, പുച്ഛിക്കണോ, അല്ലെ ദേഷിക്കണോ, ഇതൊന്നും അറിയാൻ വയ്യാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോയി അല്ലെ. 10 വർഷം കൊണ്ട് ഇവരെന്താണ് ചെയ്തത്? ഇവർ കുറേ വികസന കാര്യങ്ങൾ പറയുന്നു, നാഷണൽ ഹൈവേ പറയുന്നു. ഇപ്പം നാഷണൽ ഹൈവേ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഇതും കൂടി ചേർന്ന് കേന്ദ്രവും സംസ്ഥാന സർക്കാരും ചെയ്യണം. പിന്നെ ഇവർ പറയുന്നത് പിന്നെ ക്ഷേമ പെൻഷനാണ്. 10 വർഷത്തിന് മുമ്പുള്ള ക്ഷേമ പെൻഷനാണ്. ഓരോ വർഷവും ക്ഷേമ പെൻഷൻ കൂട്ടണ്ടേ? ഓരോ 5 വർഷവും കൂട്ടണ്ടേ? അങ്ങനെ കൂട്ടുന്നതല്ലേ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ? സാധാരണക്കാർക്ക് ഇന്നത്തെ വില എന്താണ്? 10 വർഷം മുമ്പുള്ള സാധനങ്ങളുടെ വിലയാണോ ഇപ്പോൾ? 10 വർഷത്തിന്റെ 10 ഇരട്ടിയാണ് സാധനങ്ങളുടെ വില, പെട്രോളിന്റെ വില, അങ്ങനെ ഓരോ സാധനങ്ങളുടെയും വില കൂടിയത്. അപ്പോൾ അവർക്ക് ആ 10 വർഷത്തിന് മുമ്പുള്ള ആ ഒരു ക്ഷേമ പെൻഷന്റെ 10 ഇരട്ടി കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ഒരു വ്യക്തികൾക്ക് ജീവിക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ 2000 രൂപ, 600 ഉണ്ടായിരുന്ന 2000 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണ്? 10 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നതാണ്. 10 വർഷത്തിന് മുമ്പ് ഓരോ സാധനങ്ങളുടെ വിലയും ഈ 10 വർഷത്തിന് ഇപ്പുറമുള്ള ഓരോ സാധനങ്ങളുടെ വിലയും നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു നോക്കും അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ഇവരൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്കൊന്ന് ചിരിച്ച് ഓക്കെ, ശരി, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി, സന്തോഷം, ചായ വേണോ, ചായ കുടിച്ചിട്ട് പോകും, അങ്ങനെയല്ലേ പറയൂ. നമുക്ക് ഞാൻ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ഈ സഹാക്കന്മാർ പാവങ്ങൾ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവർ പറയുന്ന കേൾക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു ചായ, നമുക്കുണ്ടെങ്കിൽ പാലുണ്ടെങ്കിൽ നമ്മളൊരു ചായ ഇട്ട് കൊടുക്കും അല്ലേ? എന്നിട്ട് അവരവരെ പാട്ടിന് പോകും. അപ്പോൾ ഇതായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാമേരു ഉണ്ടല്ലോ, എന്താ പറയണേ, സകലമാന ആൾക്കാരെയും കീഴടക്കി പകപോക്കലിൻ്റെ എന്താ പകയും വിദ്വേഷവും എല്ലാം മനസ്സിലിങ്ങനെ ദുന്നായിട്ടിരുന്നിട്ട് എതിരാളികളെ രാഷ്ട്രീയ എതിരാളികളാലും പിന്നെ സ്വന്തം പാർട്ടിക്കാരെ പോലും 51 വെട്ടും ഒക്കെ വെട്ടിക്കൊന്നിട്ട് പോലും അവരെ മരിച്ചുപോയ ഒരു മനുഷ്യരെ പോലും കുലം കുത്തി എന്ന് വിളിച്ചൊരു സഖാവാണ് നമ്മുടെ പിണറായി വിജയൻ സഖാവ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം വ്യക്തിപരമായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സഖാവാണ് അദ്ദേഹം ഞാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ 5 വർഷം 10 വർഷം ആയപ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം മടുത്തുപോയി. ഈ ഒരു ഭരണ നേതൃത്വത്തിനെ നമ്മൾ മടുത്തുപോയി. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു നേതാവല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നേതാവായിരുന്നു പിണറായി വിജയൻ. കാരണം ചങ്കൂറ്റമുള്ളൊരു സഖാവ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഭരണം കൊണ്ട് നമ്മൾ മുടിഞ്ഞു എന്ന് തന്നെ പറയും. നമുക്ക് അദ്ദേഹത്തിനോട് തീർത്താൽ തീരാത്ത നീരസത്തിലേക്ക് എത്തി. ഒരു വ്യക്തി എത്രമാത്രം വെറുക്കാമോ അത്രമാത്രം വെറുപ്പിച്ചു കളഞ്ഞു അദ്ദേഹം രാഷ്ട്രീയ എതിരാളികളെയും സ്വന്തം പാർട്ടിയിലുള്ളവരെ എതിർക്കുന്നവരെയും ഒക്കെ വെട്ടി തകർക്കുക, അവരെ നശിപ്പിക്കുക, അവരെ ഏത് വിധേനയും അവരെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളൊരു അജണ്ടയിലേക്ക് അദ്ദേഹം എത്തി. അതാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഒരു സഖാവിന്, ആ നാട്ടിലൊക്കെ എൻ്റെ അച്ഛനാണ് പണ്ട് കമ്മ്യൂണിസം എന്ന് പറയുന്ന സംഭവമേ ഇല്ലായിരുന്നു, എൻ്റെ അച്ഛനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്ന് വളർന്നത് കൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിസത്തിനെ ഇഷ്ടപ്പെട്ടത്. എന്നും പറഞ്ഞ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയല്ല കേട്ടോ. ഒരിക്കലും കമ്മ്യൂണിസം ഇഷ്ടമാണ് എന്ന് കരുതി ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയുമല്ല, കോൺഗ്രസ്സുകാരിയുമല്ല, BJP കാരിയുമല്ല. ഓരോ പാർട്ടിയിലെയും നല്ല കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. അവരുടെ തിന്മകൾ നമ്മളതിനെ ക്രിട്ടിസൈസ് ചെയ്യും. എല്ലാ പാർട്ടിയിലും കുറച്ച് ആവശ്യമില്ലാത്ത അനാവശ്യമായ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. രാഷ്ട്രീയം വേണം. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമുണ്ട്. ഡെമോക്രസിയിൽ രാഷ്ട്രീയം ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രീയം അത്യാവശ്യമാണ് അല്ലേ? അത്യന്താപേക്ഷിതമായ കാര്യമാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം ഉണ്ടെങ്കിലേ ഒരു ജനാധിപത്യ രാജ്യം ഉണ്ടാവത്തുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവണം. രാഷ്ട്രീയ പാർട്ടികളെ പക്ഷേ രാഷ്ട്രീയമായിട്ട് നേരിടുക, അവരെ
പിന്നെ രാഷ്ട്രീയ പകപോക്കലിന് ഇട്ട് കൊടുക്കാതിരിക്കുക. അത്രയും മാത്രമേ ഞാനിപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും പിണറായി വിജയൻ സർക്കാരിൻ്റെ ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ നിങ്ങളാരും കടക്ക് പുറത്ത് എന്ന് പറയരുത് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നത് ജനം പറയും കടക്ക് പുറത്ത് എന്ന്. കാരണം പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഹാഷ്ടാഗ് തന്നെ കടക്ക് പുറത്ത് എന്നല്ലേ. അപ്പോൾ അങ്ങനെ പറയാനുള്ള ഇട ആരും വരുത്തരുത്. കാരണം ഈ വരുന്ന സഹാക്കന്മാർ പാവങ്ങളാണ്. അവർക്ക് അണികളാണ്. അവരെന്ത് ചെയ്യണം? മുകളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യാൻ കഴിയും. മുകളിലുള്ള ആൾക്കാർ കാണിക്കുന്ന ധാർഷ്ട്യത്തിന് അവരെങ്ങനെയാണ് ഉത്തരവാദിത്തം പറയുന്നത്? കാരണം നമ്മുടെ രക്തത്തിൽ ഒരു കമ്മ്യൂണിസം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് ആ കമ്മ്യൂണിസത്തിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നേതാക്കന്മാരിലെ സഹാക്കന്മാരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമായിരിക്കും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ. അപ്പോൾ നമുക്ക് വിമർശിക്കാം. നമുക്ക് എല്ലാ പാർട്ടികളിലും തെറ്റുകൾ കണ്ടാൽ നമുക്ക് ഉറപ്പായിട്ടും വിമർശിക്കാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. പിന്നെ എന്നും ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങൾ